ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൺ ലൈഫ് ബൈ ലെച്ചൂസ്. അപ്പോൾ ഞാൻ ഈ രാവിലെ എഴുന്നേറ്റ് അപ്പോൾ ജനൽ തുറന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ നോക്കും, എനിക്ക് പുറത്തോട്ടൊക്കെ ഒന്ന് വന്ന് നിൽക്കാന്നുള്ളത് അത് ഭയങ്കര റീഫ്രഷ്മെൻ്റ് ആണ് കേട്ടോ എനിക്ക്. അപ്പോൾ ഈ ജനൽ തുറന്നിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് ജനൽ തുറന്ന് ഇങ്ങനെ നോക്കാമെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു പ്രകൃതിയും ഭംഗിയും രാവിലത്തെ ലൈറ്റും കാര്യങ്ങളും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ അടുക്കളയിൽ വന്ന് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം എൻ്റെ നെയിൽസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കാം കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ നെയിൽസൊക്കെ കട്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇന്നത്തെ ഈ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോവുകയാണ്. അതായത് നാളെ എനിക്കെൻ്റെ സി സെക്ഷൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നാളെ എന്ന് പറയുന്നത് ജനുവരി 19-ാം തീയതിയാണ് എനിക്ക് സി സെക്ഷൻ. അപ്പോൾ ഇത് ജനുവരി 18-ാം തീയതി ഉള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ സി സെക്ഷന് മുമ്പ് എടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇത് എപ്പോൾ എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റും, ഞാൻ എപ്പോഴാണ് ഇതിന് വോയിസ് ഓവർ കൊടുക്കാമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇത് എന്തായാലും ഞാൻ നെയിൽസൊക്കെ കാലിലും കയ്യിലൊക്കെ ക്ലീൻ ചെയ്യണം. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് എന്തായാലും അതൊക്കെ നമ്മൾ ചെയ്യണമല്ലോ. അപ്പോൾ ഇത് വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ട് രാമൻകുട്ടൻ എൻ്റെ അടുത്തുണ്ട് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വീഡിയോ എടുക്കുന്നതൊക്കെ. അവനിങ്ങനെ ഓരോ യൂട്യൂബ് ചാനലിൽ മറ്റേ എംഫോടെക് ആ ഒരു ചേട്ടനുണ്ടല്ലോ, പ്രവീൺ മച്ചാന് ഭയങ്കര ഇഷ്ടമാണ് ഇവന്. അപ്പോൾ അതുകൊണ്ട് ഇവൻ എപ്പോഴും ഇങ്ങനെ വീഡിയോ എടുക്കാൻ വരുമ്പോൾ എപ്പോഴും മച്ചാൻ മരി എന്നൊക്കെ പറഞ്ഞ് എൻ്റെ വരും കേട്ടോ. അതുകൊണ്ട് അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ നെയിൽസൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണം രാമൻ്റെ അജുവിൻ്റെ നെയിൽസ് കട്ട് ചെയ്യാനാണ് കേട്ടോ. എല്ലാ സൺഡേസിലുമാണ് ഞാൻ അവരുടെ നെയിൽസൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. രാമൻകുട്ടൻ അവൻ്റെ നെയിൽസൊന്നും കട്ട് ചെയ്യുന്നതിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. അവൻ വിളിച്ച അപ്പോൾ തന്നെ നിന്നൊക്കെ തരും. അവനൊരു ബഹളോ പ്രശ്നമോ പേടിയൊന്നുമില്ല. പക്ഷേ അജുക്കുട്ടൻ അങ്ങനെയല്ല കേട്ടോ. അജുക്കുട്ടൻ നെയിൽസ് കട്ട് ചെയ്യുമ്പോൾ ബഹളം എന്താണെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ ഈ അടുക്കളയിൽ ഇരുന്നുകൊണ്ട് സൺഡേ ആയതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും വല്യമ്മയും ഉണ്ട് കേട്ടോ. വല്യമ്മയും ഞാനും കൂടിയാണ് ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്നത്. ഹസ്ബൻഡ് വരും ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, പിന്നെ പിള്ളേരും. അപ്പോൾ ഞായറാഴ്ച ഞങ്ങളിങ്ങനെ നല്ല വൈബാണ്. രാവിലെ എഴുന്നേറ്റ് കുറച്ച് നേരം ഇരുന്ന് എല്ലാവരും കൂടി ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞൊക്കെ ഇങ്ങനെ ഇരിക്കും. എന്നിട്ടായിരിക്കും ഞങ്ങളിങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ രാമൻകുട്ടൻ്റെ നെയിൽസൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അജുക്കുട്ടൻ്റെ നെയിൽസ് കട്ട് ചെയ്യാൻ പോയി. അതെടുക്കാൻ വേണ്ടി തലപ്പിട്ടടിക്കുന്നു. അച്ഛനെ കാണിച്ചു കൊടുക്കും. കണ്ടില്ലേ, നെയിൽസ് കട്ട് ചെയ്യുന്ന സമയത്ത് അവൻ ഇങ്ങനെയാണ് കേട്ടോ. അവന് നെയിലെന്ന് പറയുന്നത് അവൻ്റെ ഒരു ആയുധമാണ്. അവനത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കിയും പ്രശ്നം ഉണ്ടാക്കിയൊക്കെ ചെയ്യും. ഒരാളെ കൊണ്ട് പിടിപ്പിച്ച്, ഇപ്പോൾ ഇവിടെ അച്ഛൻ ആരാണുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഞാൻ മുറുക്കെ പിടിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ അവൻ്റെ നെയിൽസ് കട്ട് ചെയ്യുന്നത്. കാരണം അവൻ കുറച്ചിങ്ങനെ വികൃതിയുള്ളൊരു ടൈപ്പ് കുട്ടിയാണ്. അപ്പോൾ അവൻ ചിലപ്പോൾ നമ്മളെയൊക്കെ ഒന്ന് മാന്തോ, അവൻ ചിലപ്പോൾ സ്വയം മാന്തോ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നെയിൽസ് വെട്ടാതിരിക്കാറില്ല. പക്ഷേ നെയിൽസ് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ഇങ്ങനെ നല്ല ബഹളം ഉണ്ടാക്കും. അത് കഴിഞ്ഞ് ഞാൻ മുടിയൊക്കെ നന്നായിട്ട് ഓയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണ്ടേ ഹെയറിൽ നന്നായിട്ടൊന്ന് ഓയിലൊക്കെ ചെയ്യണമെങ്കിൽ. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോണതിൻ്റെ തലേന്ന് നന്നായിട്ട് എൻ്റെ ഹെയർ ഓയിൽ വെച്ചിട്ട് ഞാൻ മുടിയിൽ നന്നായിട്ട് ഓയിലൊക്കെ ഇട്ട് മസാജ് ചെയ്തിട്ടു. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ നില സ്ക്രബ്സിൻ്റെ ഹെയർ ഓയിലാണ് കേട്ടോ. നില ലൈഫ് സ്റ്റൈൽ മലയാളം എന്ന് പറഞ്ഞ ചാനലാണ്. ഞാൻ മിക്ക വീഡിയോസിലും ഞാനിത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഓയിൽ ഞാൻ എൻ്റെ ഹോമിയോ മരുന്ന് കിട്ടുന്ന കുപ്പിയുണ്ടല്ലോ അതിലോട്ടാക്കി വെച്ചിരിക്കുകയാണ്, എനിക്ക് ഉപയോഗിക്കാനുള്ള ഈ ഒരു ഈസിക്ക് വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഞാൻ മുടിയൊക്കെ ഓയിലൊക്കെ ചെയ്തു, അത് കെട്ടി വെച്ചതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അപ്പോൾ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ അപ്പവും പാലും ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ രാവിലേക്ക് എഴുന്നേൽക്കുമ്പോൾ ഓവർ മസാല ഇല്ലാത്ത കറിയൊക്കെ ഇങ്ങനെ അപ്പവും പാലും പിന്നെ നൂലപ്പവും പാലും ഒക്കെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നെപ്പോലെ ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ചിലർക്കൊക്കെ അങ്ങനെ രാവിലെ തന്നെ ഈ പാലും കൂട്ടി കഴിക്കാൻ ഇഷ്ടമല്ലേ. എൻ്റെ ബ്രദറിനൊന്നും ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ടാണ് ചോദിച്ചത്. പിന്നെ ഇത് കെറ്റിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പെയിൻ വരുമ്പോൾ ഹോട്ട് ബാഗ് വെച്ചിട്ട് ചൂട് കൊള്ളാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വല്യമ്മയ്ക്ക് ഞാൻ എങ്ങനെയാണ് അത് ഉപയോഗിക്കണമെന്ന് കാണിച്ചു കൊടുക്കായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ നില സ്ക്രബ്സിൻ്റെ കണ്ടീഷണറും പിന്നെ ഷാമ്പു തീർന്നിരിക്കുകയായിരുന്നു നില സ്ക്രബ്സിൻ്റെ. അപ്പോൾ ഞാൻ സാധാരണ ക്ലീൻ പ്ലസിൻ്റെ ഷാമ്പു ആണ് കേട്ടോ അന്ന് യൂസ് ചെയ്തത്. അങ്ങനെ ഞാൻ പെട്ടെന്ന് പോയി കുളിച്ച് കഴിഞ്ഞു. സിമ്പിളായിട്ടൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ സ്വർണ്ണത്തിൻ്റെ മാലയും കമ്മലും ഒക്കെ ഊരി വെച്ചിട്ട് വീട്ടിലുണ്ടായിരുന്ന അമ്മയുടെ ഒരു മുത്തുമാലയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ ഇട്ടത്. അപ്പോൾ അന്ന് ചോറ് തിന്നാനിരുന്നു. ചോറിന് നമ്മുടെ ചെമ്മീനും ചേനയും കൂടി വെച്ചൊരു കറിയായിരുന്നു കേട്ടോ. പിന്നെ വേറെ എന്താ കറി ഉണ്ടായി, ഞാൻ അത് മാത്രമേ എടുത്തുള്ളൂ. പിന്നെ ഹസ്ബൻഡ് വന്നു, ഞങ്ങളിത് ഇറങ്ങി. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഒരു 2 മണിക്ക് 3 മണിക്ക് ഹോസ്പിറ്റലിൽ എത്തിയാൽ മതി എന്നാണ് നമ്മളോട് പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം ഫോമും കാര്യങ്ങളൊക്കെ താഴേന്ന് ഫില്ലൊക്കെ ചെയ്ത് എന്നെ ആദ്യം ലേബർ റൂമിലോട്ട് കൊണ്ടുപോയി. അങ്ങനെ ബേബിയുടെ നമ്മുടെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് നോക്കിയതിന് ശേഷമാണ് നമ്മളിതേ റൂമിലോട്ട് വന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ നേരത്തെ തന്നെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അവിടുത്തെ ഒരു കോർഡിനേറ്ററിനെ വിളിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ പെട്ടെന്നായി.
അത് കഴിഞ്ഞതിന് ശേഷം ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ എടുക്കണമെന്ന് ഒരുപാട് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർ വീട്ടിലുള്ളപ്പോൾ അവർ ഭയങ്കര ബഹളം, എന്തൊക്കെയോ കാരണങ്ങളും പല കാരണങ്ങളും കൊണ്ട് എനിക്കത് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. വീട്ടിൽ വെച്ചത് എടുക്കണമെന്ന് വിചാരിച്ചു, നടന്നില്ല. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ വന്ന് ഇങ്ങനെ വൈകുന്നേരം ഇടുന്നു, ചായയൊക്കെ കൂടി കഴിഞ്ഞു. പിന്നെ രാത്രിയായി, ഇത് കഞ്ഞിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കുടിച്ച് രാത്രിയിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ എനിക്കും ബേബിക്കും ഞാൻ എന്തൊക്കെ കൊണ്ടുവന്നു എന്നുള്ള വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ് കേട്ടോ ഈ കാണുന്നത്. കാരണം അന്നും കൂടി ആ വീഡിയോ എടുത്തില്ലെങ്കിൽ പിന്നെ ഈ വീഡിയോ എടുക്കൽ ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഒരു വീഡിയോ എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ ഞാൻ എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്നുള്ളത്. പിന്നെ ഇത് പിറ്റേ ദിവസം രാവിലെ ആയി, അങ്ങനെ നേഴ്സൊക്കെ വന്ന് നമ്മളെ വിളിച്ചു. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് കുളിച്ചൊക്കെ വന്നു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 6 മണിയൊക്കെ ആകുമ്പോഴേക്കും റെഡിയായി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഇട്ട് വന്നപ്പോൾ എനിക്കിപ്പോൾ കാണുമ്പോൾ ഭയങ്കര ചിരി വരുന്നുണ്ട് കേട്ടോ ഈ ഡ്രസ്സിൽ എന്നെ കണ്ടിട്ട്. പിന്നെ ഞാൻ ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഇട്ടു കേട്ടോ. അതായത് എൻ്റെ പോൺസിൻ്റെ ക്രീമാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ വെറുതെ ഇട്ടു. എന്തിനാ ഈ ഒരുങ്ങി കെട്ടി പോകണമെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ചിരി വന്നു. ഇതിന് വേദന സഹിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അതേ വല്യമ്മ ഇങ്ങനെ കുളിക്കാനും പല്ല് വെക്കാനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ സൈഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. വല്യമ്മനെ വീഡിയോ എടുക്കണം വല്യമ്മക്ക് അധികം ഇഷ്ടമല്ല കേട്ടോ. എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ വീഡിയോയിൽ വല്യമ്മനെ കാണിക്കും. പിന്നെ അത് എൻ്റെ ബോഡി ലോഷൻ ഞാൻ വലിയ ടിന്നല്ല, ഞാൻ ചെറിയൊരു ടിന്നിലാക്കി മാറ്റിയിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ മേത്തൊക്കെ തേക്കുന്നുണ്ട്. ചുമ്മാ ഇരിക്കട്ടെ, നമ്മളൊരു വഴിക്ക് പോകണമല്ലേ, അങ്ങനെ വിചാരിച്ച് ഓരോന്നൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മുടി കെട്ടാൻ വേണ്ടി ഇരുന്നു. അപ്പം ഞാൻ 2 ബുഷ് കൊണ്ടുവന്നിട്ടുണ്ട്, അതായത് 2 ടൈപ്പ്. ഒന്ന് നമ്മുടെ റബ്ബർ ബാൻഡ് എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാൻ വേറൊരു ബുഷ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ബുഷിൽ സ്റ്റീലിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇങ്ങനെ ഓർണമെൻറ്റ്സും സ്റ്റീലിൻ്റെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു ഇതുള്ളതുകൊണ്ട് ഞാൻ ആ ബുഷ് ലാസ്റ്റ് ഞാൻ കെട്ടിയില്ല കേട്ടോ. ഞാൻ റബ്ബർ ബാൻഡ് മാത്രം ഉപയോഗിച്ചിട്ടാണ് മുടി 2 കൊമ്പ് കെട്ടിയത്. കാരണം ഇനി അത് അവിടെ ചെന്ന് കണ്ട് സിസ്റ്റേഴ്സ് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതങ്ങനെ ഊരാൻ പറഞ്ഞാൽ പിന്നെ നമുക്ക് പണിയാവില്ല. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ മുടിയൊക്കെ റബ്ബർ ബാൻഡ് വെച്ച് മാത്രം കിട്ടിയുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ വയറൊക്കെ കഴിയിക്കാൻ വേണ്ടി സിസ്റ്റേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിയിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തൊക്കെയോ ഭയങ്കര തളർച്ചയും എനിക്ക് വയറ് വേദന എടുക്കുന്നോ അങ്ങനെ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് പോലെയൊക്കെ എനിക്ക് തോന്നി കേട്ടോ. ഈ സമയത്ത് ഞാനും വല്യമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഹസ്ബൻഡും അമ്മയും ഒക്കെ വന്നത്. ഞാൻ ലേബർ റൂമിൽ കയറുന്നതിന് മുമ്പ് എൻ്റെ ഹസ്ബൻഡിനെ കണ്ടില്ലായിരുന്നു കേട്ടോ. അതെനിക്ക് ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ബേബി ഗേളാണ് ഉണ്ടായിരുന്നത്. കൊച്ചിന് മഞ്ഞപ്പുള്ളതുകൊണ്ട് നമ്മുടെ റൂമിൽ കൊണ്ടുവന്നതിന് ശേഷം അങ്ങനെ ചൂടത്തിട്ടിരിക്കും. പിന്നെ നമുക്കൊരു കോംപ്ലിമെൻ്ററി ആയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഈ ചെറിയൊരു ബേബി ഷൂട്ടൊക്കെ കിട്ടി. പിന്നെ ഇതും ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് തന്നതാണ് കേട്ടോ, ഈ ബേബി ഹഗിൻ്റെ ഈ 4 പ്രൊഡക്റ്റും. അതൊരു പാക്കായിരുന്നു. പിന്നെ വീട്ടിൽ നമ്മൾ തലേന്ന് രാത്രിയാണ് എത്തിയത്, അതുകൊണ്ട് അതൊന്നും കാണിക്കാൻ പറ്റില്ല. ഞാൻ പിന്നെ പൊളിച്ചതിന് ശേഷമാണ് ഇത് കാണിക്കുന്നത്. വേദനയായിട്ടിരിക്കുന്നുണ്ട് കുറേ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.